അല്ലാത്ത ഒരു മുസ്ലിമും ലോകത്ത് ഇന്ത്യ മഹാരാജ്യം ജീവിച്ചിരിപ്പില്ല. നീ അത് പോണേ, എല്ലാം പോണേ, പാകിസ്ഥാനിലേക്ക് പോണേ, എളുപ്പമുണ്ടല്ലോ. എന്തിനു വെക്കണം ഞങ്ങളെ ഉപദ്രവിക്കുന്നു? ഞങ്ങളിവിടെ ജീവിക്കട്ടെ. ഈ ഇന്ത്യ മഹാരാജ്യം എന്നുള്ളത് PC ജോർജിന്റെ തന്തയ്ക്ക് സ്ത്രീധനം കിട്ടിയതൊന്നുമല്ല. ഇപ്പൊ മൂപ്പർക്ക് അങ്ങനെ ഒരു ധാരണ ഉണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാ. ഈ പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഈ PC ജോർജിന്റെ പെണ്ണും പിള്ളയ്ക്ക് സ്ത്രീധനം കിട്ടിയ സ്വത്തൊന്നുമല്ല, അച്ചാരം കിട്ടിയതൊന്നുമല്ല. മനസ്സിലാവുന്നുണ്ടോ? ഇന്ത്യയിലെ മുസ്ലിമുകളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ സ്വത്തും സമ്പത്തും ഞങ്ങളുടെ രാജ്യം വിട്ടു പോവുക എന്നുള്ളത് ഞങ്ങൾക്കത് ഒരുപാട് പ്രയാസപ്പെടുത്തുന്ന കാര്യമാണ്. മനസ്സിലാവുന്നുണ്ടോ? ഒരു നിലക്കും അത് സാധ്യമാവില്ല. സവർഗരുടെ പിന്മുറക്കാരായ PC ജോർജും അദ്ദേഹത്തിൻ്റെ പാർട്ടികൾക്കും നിങ്ങൾ നക്കിക്കൊടുത്ത ബ്രിട്ടീഷുകാരുടെ ഷൂ ഉണ്ടല്ലോ, അതുണ്ടെങ്കിൽ അതൊന്നും എടുക്കുക. ബ്രിട്ടീഷുകാരുടെ അടിവസ്ത്രം കൈ കൊടുത്ത അടിവസ്ത്രം കൊണ്ട് എന്ത് ചെയ്യുക, അതും എടുത്തിട്ട് നിങ്ങളൊക്കെ ആകുമ്പോൾ എന്ത് ചെയ്യുക, ഇട്ട ഡ്രസ്സോടുകൂടി സിമ്പിളായിട്ട് എന്ത് ചെയ്യുക, ഇന്ത്യ വിട്ടു പോകാം. നിങ്ങൾക്കാകുമ്പോൾ നല്ല ലാവിഷായിട്ട് പാട്ടൊക്കെ പാടിയിട്ട് സുഖമായിട്ട് പോവാം. മനസ്സിലാവുന്നുണ്ടോ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം, മുസൽമാനെ സംബന്ധിച്ചിടത്തോളം, ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയുടെ ഭരണഘടന അംഗീകരിക്കുന്ന ഓരോരോ ഇന്ത്യൻ പൗരനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കതില്ലല്ലോ. നിങ്ങൾക്ക് ഇന്ത്യ എന്താണെന്നറിയോ? ഇന്ത്യയുടെ ഭരണഘടന അത് വായിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അത് പോട്ടെ, പള്ളിക്കൂടത്തിൽ കുട്ടികൾ ചെല്ലുന്ന ഒരു പ്രതിജ്ഞയുണ്ട്, അതൊന്ന് വായിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അതിൻ്റെ മഹത്വം പഠിച്ചിട്ടുണ്ടോ, അറിഞ്ഞിട്ടുണ്ടോ? ഇതൊന്നും തൊട്ടും തീണ്ടും തലോടിയിട്ടില്ലാത്ത മൂപ്പര് പറയാ മുസ്ലിങ്ങളൊക്കെ പാകിസ്ഥാനിലേക്ക് പോകെ ഞങ്ങളിവിടെ ജീവിക്കട്ടെ എന്നുള്ളത്. ഇതാരാ പറയുന്നത്? എവിടെ നിന്നോ വലിഞ്ഞു കയറി വന്നവൻ കുടുംബത്തെ കയറിയിട്ട് അവകാശം ചോദിക്കുന്ന പോലെയാണ്. ഇന്ത്യ ഒറ്റുകൊടുത്ത ബ്രിട്ടീഷ് പട്ടികളുടെ വാലാട്ടിയായിട്ട് നിന്ന പിൻപുറക്കാർക്ക് നിങ്ങൾക്ക് എന്താ അവകാശപ്പെടാനുള്ളത്? എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, വട്ടപൂജ്യാണ്. നമ്മൾ ആവർത്തിച്ച് ചോദിക്കുന്നതാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ നേതാക്കന്മാരുടെ 10 മിനിറ്റിൻ്റെ ചരിത്രം പറയാൻ നിങ്ങളുടെ പ്രസ്ഥാനത്തിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന് കഴിയുമോ? ഒരെണ്ണത്തിന് ഒരു 10 മിനിറ്റിൻ്റെ ചരിത്രം പറയാൻ? ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പോരാടി രക്തസാക്ഷികളായ നിങ്ങളുടെ നേതാക്കന്മാരുടെ ഒരെണ്ണത്തിൻ്റെ പേര് പറയാൻ കഴിയുമോ ഈ PC ജോർജിൻ്റെ പാർട്ടിക്ക്? ഒരെണ്ണത്തിൻ്റെ, അതിൻ്റെ ഒരു 10 മിനിറ്റിൻ്റെ ചരിത്രം പറയാൻ? ആ നിങ്ങളാണോ മുസ്ലിങ്ങളെ പാകിസ്ഥാനിലേക്ക് പറഞ്ഞയക്കുന്നത്? PC ജോർജെ, തീട്ടം തിന്നുന്ന ബുദ്ധി കൊണ്ട് സംസാരിക്കരുത്. ചോറ് തിന്നുന്ന ബുദ്ധി കൊണ്ട് ഇനിയെങ്കിലും, പോയതൊക്കെ പോട്ടെ, ഇനിയെങ്കിലും എന്ത് ചെയ്യുക, സംസാരിക്കാൻ പഠിക്കുക. മനസ്സിലാവുന്നുണ്ടോ? അത് സമൂഹത്തിൽ നിങ്ങൾക്ക് നല്ലതേ ചെയ്യൂ. ഈ PC ജോർജിൻ്റെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിങ്ങളെ ആക്ഷേപിച്ച, അധിക്ഷേപിച്ച, ഇന്ത്യയുടെ ഭരണഘടന പോലും അംഗീകരിക്കാതെ വിമർശിച്ച ഈ PC ജോർജിനെതിരെ കേസെടുത്ത് അറസ്റ്റ് ചെയ്യാൻ നമ്മുടെ കേരളം ഭരിക്കുന്ന സഖാവ് പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ പോലീസുകാർക്കും, ഈ PC ജോർജിനെ പിടിച്ച് അകത്തിടാത്ത സഖാവ് പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ പോലീസുകാരോട് പറയാനുള്ളത്, നിങ്ങൾ ഈ ഒരു വിഷയത്തിൽ PC ജോർജിനെ അറസ്റ്റ് ചെയ്യാതെ നിങ്ങളൊക്കെ ആ സ്ഥാനത്ത് നിന്ന് രാജിവെച്ചിട്ട് പുറത്തു പോവുക എന്നുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടോ? കേരള ജനതയ്ക്ക് മാത്രമല്ല പോലീസുകാർക്കുള്ള ഒക്കെ അപമാനമാണ്. വർഗീയ വിദ്വേഷം നടത്തിയ, ആക്ഷേപങ്ങൾ ഉന്നയിച്ച PC ജോർജ് അദ്ദേഹം പുറത്തും, കേവലം ഒരു സിനിമാ നടിക്കെതിരെ ഒരു അടിസ്ഥാനവുമില്ലാത്ത രീതിയിൽ വിമർശിച്ച ബോച്ചെ എന്ന് പറയുന്ന കോടീശ്വരൻ അകത്തും. കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ അങ്ങ് മനസ്സിലാകാതെ പോകുന്നൊരു വിഷയമുണ്ട്. അങ്ങ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി അങ്ങ് എന്ത് ചെയ്യരുത്, കേവലം ഒരു കോണകത്തിൻ്റെ മുഖ്യമന്ത്രി ആവരുത്. അധികാരങ്ങളും സ്ഥാനമാനങ്ങളൊക്കെ അഴിച്ചുവെച്ച് ഒരു സാധാരണ പിണറായി വിജയൻ എന്ന ഒരു സ്ഥാനത്തിലേക്ക് എത്തുമ്പോൾ അങ്ങേക്ക് ആ നിമിഷം എന്ത് വേണം, അഭിമാനമുള്ള നിമിഷങ്ങളായിരിക്കണം. അപമാനമുള്ള നിമിഷങ്ങൾ ഈ ഒരു സ്ഥാനത്ത് നിന്നുകൊണ്ട് എന്ത് ചെയ്യരുത്, എരന്ന് വാങ്ങി സമ്പാദിക്കരുത്.